നമ്മുടെ നാട്ടിലെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ മറ്റു ATM കാർഡുകൾ അതിൽ സർവീസ് എന്ന നിലയ്ക്ക് പിടിക്കലുണ്ട്, ക്യാഷ് ബാങ്കുകാർ പിടിക്കലുണ്ട്. എന്നാൽ പലിശ ഇനത്തിൽ ക്യാഷ് അക്കൗണ്ടിലേക്ക് വരലുണ്ട്. അപ്പോൾ അവർ ബാങ്കുകാർ പിടിക്കുന്ന ക്യാഷ് ഈ ഇനത്തിൽ കൊടുത്ത് അങ്ങനെ കണക്കാക്കാൻ കഴിയുമെന്നൊരു ചോദ്യം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലിശയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ബാങ്കിന് ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയെ പോലെയുള്ളൊരു രാജ്യത്ത് നിലവിലുള്ളത് ഒട്ടുമിക്കതും മനസ്സിലാക്കേണ്ട അല്ലാഹു അഅലം ഇവിടെയുള്ളത് കൺവെൻഷണൽ ബാങ്കിങ് സിസ്റ്റമാണ്, പലിശാധിഷ്ഠിതമായിട്ടുള്ള ബാങ്കിങ് സിസ്റ്റമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് ഈ ബാങ്കുമായി ബന്ധപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തിയുടെ കയ്യിൽ അവൻ്റെ പോക്കറ്റ് മണി അതല്ലെങ്കിൽ വീട്ടിൽ വെക്കാൻ പറ്റുന്ന രൂപം എന്നുള്ള നിലക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നിശ്ചിത സംഖ്യയുണ്ട്. അതിൽ കൂടുതൽ ഒരു വ്യക്തിയുടെ കൈവശം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വന്ന പണത്തിൻ്റെ സോഴ്സ് കൃത്യമായി കാണിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ അവനിപ്പോൾ അത് എങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അത് നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ അത് ബ്ലാക്ക് മണി അതല്ലെങ്കിൽ സർക്കാർ അനുവദിച്ച വഴിയല്ലാത്ത വഴിയിലൂടെ സമ്പാദിച്ച പണമായിക്കൊണ്ടേ കണക്കാക്കപ്പെടുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലിശയിലേക്ക് അടുക്കാൻ പറ്റില്ല, ബാങ്കിലേക്ക് അടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അയാൾക്ക് കിട്ടുന്ന ധനം മുഴുവൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റെവിടെയെങ്കിലും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റോ മറ്റൊക്കെ ഒരു അന്വേഷണം മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സോഴ്സ് ഞാനിത് വർഷങ്ങളായി അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് ഇത്ര ആയതാണെന്നൊന്നും പറഞ്ഞാൽ എന്താവില്ല. അതേ സമയത്ത് ഇവിടെ നിങ്ങൾ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചോളൂ, നിങ്ങൾക്ക് എന്താക്കാം, നമുക്കിപ്പോൾ എന്നാന്ന് കിട്ടുന്ന സംഖ്യയാണ് ജോലി ചെയ്തത്, അത് ബാങ്കിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ മുമ്പിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത് സേഫാണ്, വൈറ്റാണ്, ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമ്മുടെ ധനസംരക്ഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള നമ്മൾ മാന്യമായ രൂപത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള ധനം, ആ ധനം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്, ബാങ്കുകളെ ഉപയോഗപ്പെടുത്തുന്നത്. അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഇതിനപ്പുറം മറ്റു സർവീസുകൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് എന്തല്ല, നമുക്ക് പോസിബിളേ അല്ല. കാരണം ബാക്കിയൊക്കെ പലിശാധിഷ്ഠിതമാണ്. ഇവിടെ നമ്മളിത് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഡെബിറ്റ് കാർഡുകൾ ATM കാർഡുകളൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ പണം വിഡ്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പണം ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ എന്താക്കുന്നത്, അത് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ബാങ്ക് നൽകുന്ന സേവനം അവിടെ പോയി വരിക്കേണ്ട ആവശ്യമില്ല, നേരെ എന്താക്കാം, എല്ലാം ATM വഴി എടുക്കാം, CDM വഴി അങ്ങോട്ട് നിക്ഷേപിക്കാം എന്നൊക്കെയുള്ള ആ ഒരു സൗകര്യം നമ്മൾ ഉപയോഗിക്കുന്നു എന്നതൊഴിച്ചാൽ അതിൽ നിന്ന് ലഭിക്കുന്ന ആ ഉപയോഗിക്കുന്നതിന് സ്വാഭാവികമായിട്ടും നമ്മളൊരു വസ്തു അവിടെ കൊണ്ടുപോയി വെച്ചതാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു സാധനം സൂക്ഷിപ്പ് മുതലായി വെക്കുമ്പോൾ ഞാൻ ആളോട് പറയണം ഇവിടെ വെക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, എനിക്കതിന് സെക്യൂരിറ്റി തരണം, അല്ലാതെ എനിക്കത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. അത് ആദ്യം ഇവർ പറഞ്ഞതാണ്, നിങ്ങൾ ബാങ്കിൽ നിക്ഷേപിച്ചോളൂ, ഇത്ര മാസത്തിന് എന്ത് വേണം, അതിന് ഒരു ചാർജ് ഉണ്ടാവും, അത് സർവീസ് ചാർജാണ്. ആ സർവീസ് ചാർജ് സ്വാഭാവികമാണ്. അത് നമ്മുടെ ധനം അവിടെ വെക്കുന്നതിന് അതല്ലെങ്കിൽ നമ്മുടെ ധനം നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് തിരിച്ചെടുക്കണതിനൊക്കെ എന്താണ്, അവർ ആദ്യമേ കണ്ടീഷന് പറഞ്ഞാണ്. അതുകൊണ്ട് അതിന് നമ്മുടെ നല്ല ധനത്തിൽ നിന്ന് കൊടുക്കുക, മറ്റത് എൻ്റെതല്ലല്ലോ. പലിശ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു, 2 റുപ്യെങ്കിലും പലിശ വന്നു, ആ 2 എൻ്റെതല്ല. എൻ്റെതല്ലാത്ത മുതൽ കൊണ്ട് ഞാൻ എങ്ങനെയാണ് ഒരു ക്രയവിക്രയം ചെയ്യുക? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സർവീസ് ചാർജുകൾക്കും മറ്റുമായിക്കൊണ്ടൊരിക്കലും നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന പലിശ നമ്മൾ ഉപയോഗപ്പെടുത്തരുത്. അത് പൊതുസമൂഹത്തിന് ഉപയോഗപ്പെടുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്താക്കാം, നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ ഷെൽട്ടർ ഇന്ത്യ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആൻറ്റി ഇൻട്രസ്റ്റിംഗ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. പലിശ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്കും അതുപോലെ തന്നെ പൊതുരംഗത്തൊക്കെ ഉപയോഗപ്പെടുന്ന രംഗത്ത് അവരെന്താക്കുന്നു, ഇത്തരത്തിലുള്ള പലിശ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി മാക്സിമം അതിൽ നിന്ന് ആളുകൾ ഒഴിവാക്കുവാനുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സംവിധാനങ്ങളിലേക്ക് നമുക്കിത് നൽകുകയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള റോഡ് ഉണ്ടാക്കുക, കിണർ കുഴിക്കുക, അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകളും അതുപോലെ സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടാവും, സ്കൂളുകളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ നമുക്ക് എന്താക്കാം, ഇത് നൽകിക്കൊണ്ട് അത്തരത്തിൽ നമ്മളിതിൽ വരുന്ന പലിശകൾ നൽകിക്കൊണ്ട് കുറച്ചുകൂടെ എന്താക്കാം, അവിടെയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യാം. പക്ഷേ അതുകൊണ്ടൊന്നും കൂലി പ്രതീക്ഷിക്കരുത്.
നമുക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ഈ സാധനം ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.